ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുരേഷ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ വളർച്ചയുടെ പാതയിലാണെന്ന് ലോകം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാരതീയ ന്യായ സംഹിതയടക്കം സുപ്രധാന ബില്ലുകൾ പാസാക്കി പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ജമ്മുകാശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ സൈനിക വാഹനങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 സൈനികർക്ക് വീരമൃത്യു. കേന്ദ്ര സർക്കാരിന്റെ വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിൽ വിജയകരമായി പര്യടനം തുടരുന്നു. നവകേരള സദസ്സ് ഇന്നും തിരുവനന്തപുരം ജില്ലയിൽ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 3ാം ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 78 റൺസ് ജയം. പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. സഞ്ജു സാംസണ് സെഞ്ചുറി. വാർത്തകൾ വിശദമായി. ഇന്ത്യ വളർച്ചയുടെ പാതയിലാണെന്ന് ലോകം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒരു വിദേശ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അഭിപ്രായപ്പെട്ടത്. വിശദാംശങ്ങളിലേക്ക്. ദുർബലമായ സ്ഥാനത്തു നിന്നും ലോകത്തെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മുന്നേറിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 10 വർഷം മുൻപുണ്ടായിരുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ അഭിലാഷങ്ങളാണ് രാജ്യത്തെ ജനങ്ങൾക്ക് ഇപ്പോഴുള്ളത്. ക്ലീൻ ഇന്ത്യ ദേശീയ ശൌചാലയ നിർമ്മാണ ക്യാമ്പയിൻ മുതൽ 1 ബില്യൺ ആളുകളെ ഓൺലൈനിൽ എത്തിക്കുന്ന ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങൾ വരെയുള്ള പരിവർത്തനാത്മകമായ നടപടികളാണ് തന്റെ സർക്കാർ സ്വീകരിച്ചതെന്ന് ശ്രീ മോദി വ്യക്തമാക്കി. വിദേശകാര്യങ്ങളിൽ ദേശീയ താൽപര്യം മുൻനിർത്തിയാണ് ഇന്ത്യ തീരുമാനങ്ങൾ എടുക്കുന്നത്. പരസ്പര ബഹുമാനത്തോടെ വിവിധ രാജ്യങ്ങളുമായി ഇടപെടാനും സമകാലീന രാഷ്ട്രീയ സാഹചര്യങ്ങളിലെ സങ്കീർണതകളെ നേരിടാനും ഈ നിലപാട് ഇന്ത്യയെ പ്രാപ്തമാക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ-US ബന്ധം വിശാലവും ആഴത്തിലുള്ളതും മുൻപത്തേക്കാളും ഊഷ്മളവുമായി. ഇസ്രയേൽ ഹമാസ് സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇന്ത്യ നിരന്തരം നിരീക്ഷിച്ചു വരികയാണ്. മേഖലയിലെ നേതാക്കളുമായി താൻ ആശയവിനിമയം നടത്തുന്നതായും മേഖലയെ സമാധാനത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യക്ക് കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ലോക്സഭയും രാജ്യസഭയും നിശ്ചയിച്ചതിന് ഒരു ദിവസം മുമ്പാണ് പിരിഞ്ഞത്. ഈ മാസം 4-ന് ആരംഭിച്ച ശീതകാല സമ്മേളനം ഇന്നുവരെയായിരുന്നു നിശ്ചയിച്ചിരുന്നത്. ഈ സമ്മേളനത്തിൽ 18 സുപ്രധാന ബില്ലുകൾ പാസാക്കിയതായി ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉപസംഹാര പ്രസംഗത്തിൽ പറഞ്ഞു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലും ഇന്ത്യൻ തെളിവ് നിയമത്തിലും കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാരതീയ ന്യായ സംഹിത 2023, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ ബിൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. രാജ്യസഭ ഈ സമ്മേളനത്തിൽ ആകെ 17 ബില്ലുകൾ പാസാക്കിയതായി ചെയർമാൻ ജഗ്ദീപ് ധൻഖർ വ്യക്തമാക്കി. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023, ഭാരതീയ ന്യായ സംഹിത 2023, ഭാരതീയ സാക്ഷ്യ അധീനിയം 2023 എന്നിവ ഇന്ത്യൻ ചരിത്രത്തിലെ നാഴികക്കല്ലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊളോണിയൽ കാലത്തെ നിയമങ്ങളുടെ അവസാനമാണ് ഈ ബില്ലുകളെന്നും പൊതുസേവനവും ക്ഷേമവും കേന്ദ്രീകരിച്ചുള്ള നിയമങ്ങളിൽ നിന്നാണ് പുതിയ യുഗം ആരംഭിക്കുന്നതെന്നും സമൂഹമാധ്യമ പോസ്റ്റിൽ ശ്രീ മോദി വ്യക്തമാക്കി. പരിഷ്കരണത്തിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയുടെ തെളിവാണ് ഇവയെന്നും സാങ്കേതിക വിദ്യയിലും ഫോറൻസിക് സയൻസിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചതിനാൽ ഇവ നമ്മുടെ നിയമ, പോലീസ്, അന്വേഷണ സംവിധാനങ്ങളെ ആധുനികവൽക്കരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ ബില്ലുകൾ സമൂഹത്തിലെ നിർധനർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ദുർബലരായ വിഭാഗങ്ങൾക്കും മെച്ചപ്പെട്ട സംരക്ഷണം ഉറപ്പാക്കുന്നുവെന്നും ശ്രീ മോദി കൂട്ടിച്ചേർത്തു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെയും നിയമനവുമായി ബന്ധപ്പെട്ട ബില്ല് പാർലമെന്റ് ഇന്നലെ പാസാക്കി. 1991 ഇലക്ഷൻ കമ്മീഷൻ നിയമന ബില്ലിന് പകരമാണ് പുതിയ ബില്ല് സഭ പാസാക്കിയത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെയും നിയമനം, ശമ്പളം, നീക്കം ചെയ്യൽ എന്നിവ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു. ബില്ലിലെ വ്യവസ്ഥകൾ അനുസരിച്ച് സെലക്ഷൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. പ്രധാനമന്ത്രി, ഒരു കേന്ദ്രമന്ത്രി, പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ലോക്സഭയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ് എന്നിവരടങ്ങുന്നതാണ് സെലക്ഷൻ കമ്മിറ്റി. ജമ്മുകാശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ തൻമണ്ടി മേഖലയിൽ സൈനിക വാഹനങ്ങൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ 3 സൈനികർക്ക് വീരമൃത്യു. 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണത്തിന് സൈന്യം കനത്ത തിരിച്ചടി നൽകിയതായി പ്രതിരോധ വക്താവ് അറിയിച്ചു. വിമാന കമ്പനിയായ ഇൻഡിഗോയുടെ മാതൃകമ്പനിയായ ഇന്റർഗ്ലോബ് ഏവിയേഷൻ DGCAയ്ക്ക് 20 ലക്ഷം രൂപ പിഴ ഒടുക്കി. സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് ജൂലൈയിൽ കമ്പനിക്ക് നോട്ടീസ് നൽകിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം.
കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിൽ വിജയകരമായി പര്യടനം തുടരുന്നു. യാത്ര ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ കഠിനംകുളം, അഴൂർ എന്നിവിടങ്ങളിലും തൃശൂർ, മുളങ്കുന്നത്തുകാവ്, തോളൂർ ഗ്രാമപഞ്ചായത്തുകളിലും കോട്ടയം ജില്ലയിലെ മീനച്ചിൽ, തലപ്പുലം ഗ്രാമപഞ്ചായത്തുകളിലും പര്യടനം നടത്തും. കണ്ണൂർ ജില്ലയിലെ നഗരപ്രദേശങ്ങളിലും സങ്കല്പ് യാത്ര പര്യടനം തുടങ്ങി. അതേസമയം കാസർഗോഡ് ജില്ലയിൽ വികസിത് ഭാരത് സങ്കല്പ് യാത്രയ്ക്ക് സമാപനമായി. ജില്ലയിൽ കഴിഞ്ഞ മാസം 27-ന് ആരംഭിച്ച യാത്ര പള്ളിക്കര ഗ്രാമപഞ്ചായത്തിലാണ് സമാപിച്ചത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന കേരള സർക്കാരിന്റെ നവകേരള സദസ്സിന് നാളെ സമാപനം. തിരുവനന്തപുരം ജില്ലയിൽ 3-ാം ദിനം പര്യടനം തുടരുന്ന നവകേരള സദസ്സ് ഇന്ന് 4 നിയോജക മണ്ഡലങ്ങളിലാണ് സന്ദർശനം നടത്തുക. അരുവിക്കര, കാട്ടാക്കട, നെയ്യാറ്റിൻകര, പാറശാല മണ്ഡലങ്ങളിലാണ് ഇന്ന് സദസ്സ് എത്തുന്നത്. കാട്ടാക്കടയിലാണ് പ്രഭാത യോഗം. തുടർന്ന് അരുവിക്കര മണ്ഡലത്തിലാണ് ആദ്യ നവകേരള സദസ്സ്. കാട്ടാക്കട മണ്ഡലത്തിലെ നവകേരള സദസ്സ് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലും നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ വൈകിട്ട് നെയ്യാറ്റിൻകര മുനിസിപ്പൽ സ്റ്റേഡിയത്തിലും നടക്കും. പാറശാല മണ്ഡലത്തിലെ നവകേരള സദസ്സ് കാരക്കോണം മെഡിക്കൽ കോളേജിലും നടക്കും. കേരളത്തിലെ കോവിഡ് ബാധിതരുടെ എണ്ണം 2341 ആയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. 300 പേർക്ക് കൂടി ഇന്നലെ പുതിയതായി രോഗം സ്ഥിരീകരിച്ചു. 3 കോവിഡ് മരണവും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. കേരളത്തിലെ സ്ത്രീ ജീവിതത്തെ സാമൂഹ്യമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും ശാക്തീകരിക്കുന്നതിൽ കുടുംബശ്രീയുടെ പങ്ക് നിർണായകമെന്ന് മന്ത്രി എം ബി രാജേഷ്. കൊച്ചിയിൽ ആരംഭിച്ച 10ാമത് ദേശീയ സരസ് മേള ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന മുദ്രാവാക്യം പൂർണ്ണമായും സാക്ഷാത്കരിക്കപ്പെടുന്നത് കുടുംബശ്രീയിലൂടെയാണെന്നും മന്ത്രി പറഞ്ഞു. മേള ജനുവരി 1-ന് സമാപിക്കും. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലൂടെ ഈ വർഷം യാത്ര ചെയ്തത് 1 കോടി യാത്രക്കാർ. ഇന്നലെ വൈകിട്ട് ബാംഗ്ലൂരിലേക്കുള്ള ഇൻഡിഗോ വിമാനത്തിൽ 173 യാത്രക്കാർ പറന്നതോടെ വർഷം അവസാനിക്കാൻ 11 ദിവസം ബാക്കിയിരിക്കെ 1 കോടി യാത്രക്കാർ തികച്ച് സിയാൽ റെക്കോർഡിട്ടു. ദക്ഷിണേന്ത്യയിൽ പ്രതിവർഷം 1 കോടി യാത്രക്കാർ ഉപയോഗിക്കുന്ന 4ാമത്തെ വിമാനത്താവളവും കേരളത്തിലെ ഒരേയൊരു വിമാനത്താവളവുമാണ് സിയാൽ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ നിർണായകമായ 3ാം ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് 78 റൺസ് വിജയം. ഇതോടെ ഇന്ത്യ പരമ്പര 2-1 സ്വന്തമാക്കി. മലയാളി താരം സഞ്ജു സാംസന്റെ സെഞ്ചുറി മികവിലാണ് ഇന്ത്യ ജയിച്ചു കയറിയത്. രാജ്യാന്തര ക്രിക്കറ്റിൽ കേരളത്തിൽ നിന്നുള്ള ഒരു താരത്തിന്റെ ആദ്യ സെഞ്ചുറി കൂടിയാണിത്. ടോസ് നഷ്ടപ്പെട്ട ഇന്ത്യ നിശ്ചിത ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 296 റൺസ് നേടിയപ്പോൾ ദക്ഷിണാഫ്രിക്ക 45.5 ഓവറിൽ 218 റൺസ് എടുക്കുന്നതിനിടെ എല്ലാവരും പുറത്തായി. 114 പന്തിൽ 108 റൺസ് എടുത്ത സഞ്ജു സാംസൺ തന്നെയാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. പേസ് ബൌളർ അർഷ്ദീപ് സിംഗ് ആണ് പ്ലെയർ ഓഫ് ദി സീരീസ്. 5 വർഷത്തിന് ശേഷമാണ് ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ ഇന്ത്യ ഏകദിന പരമ്പര സ്വന്തമാക്കുന്നത്. ദേശീയ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനായി സഞ്ജയ് സിംഗ് തെരഞ്ഞെടുക്കപ്പെട്ടു. 47 വോട്ടുകളിൽ 40 വോട്ടുകളും നേടിയാണ് സഞ്ജയ് സിംഗിന്റെ ജയം. അതേസമയം ശ്രീ സഞ്ജയ് സിംഗ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ പ്രതിഷേധിച്ച് 2016 റിയോ ഒളിമ്പിക്സ് വെങ്കലം നേടിയ സാക്ഷി മാലിക് ഗുസ്തി മത്സരങ്ങൾ ഉപേക്ഷിക്കുകയാണെന്ന് അറിയിച്ചു. ചെക്ക് റിപ്പബ്ലിക്കിലെ ചാൾസ് യൂണിവേഴ്സിറ്റിയിലുണ്ടായ വെടിവയ്പിൽ 15 പേർ കൊല്ലപ്പെട്ടു. 24 പേർക്ക് പരിക്കേറ്റു. പ്രാഗിലെ ചാൾസ് യൂണിവേഴ്സിറ്റി ഫാക്കൽറ്റി ഓഫ് ആർട്സിലാണ് സംഭവം നടന്നതെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വെടിവെച്ചത് ഒരു വിദ്യാർത്ഥിയാണെന്ന് പോലീസ് പറഞ്ഞു. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രയേൽ തീരുമാനിക്കുന്നതുവരെ ബന്ദികളെ മോചിപ്പിക്കാനുള്ള സാധ്യത പലസ്തീൻ ഗ്രൂപ്പുകൾ നിരസിച്ചതായി ഹമാസ് വ്യക്തമാക്കി. യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ഈജിപ്തിൽ ചർച്ചകൾ തുടരുന്നതിനിടെയാണ് പ്രസ്താവന. യോഗത്തിൽ സ്ഥിരമായ വെടിനിർത്തൽ ഇസ്രയേൽ നിരസിച്ചു. ഹമാസിനെ പരാജയപ്പെടുത്തുന്നതിന് മുൻപ് യുദ്ധം അവസാനിപ്പിക്കുന്നത് പരാജയമായിരിക്കുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞു. ലക്ഷ്യം കൈവരിക്കുന്നതുവരെ ഗാസയിലെ യുദ്ധം അവസാനിക്കില്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വ്യക്തമാക്കി. എന്നാൽ സംഘർഷം അവസാനിച്ചില്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ ഗാസ കൊടും പട്ടിണിയിലാകുമെന്ന് ലോക ഭക്ഷ്യ സംഘടന വ്യക്തമാക്കി. യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഗാസയിൽ ഇതുവരെ 20,000-ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. ആഫ്രിക്കയിലെ 2ാമത്തെ വലിയ എണ്ണ ഉൽപ്പാദക രാജ്യമായ അങ്കോള എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപെക് വിടുകയാണെന്ന് അറിയിച്ചു. സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള ഒപെക്കുമായി അഭിപ്രായ വ്യത്യാസത്തിലാണ് അങ്കോള. കൺസ്യൂമർ ഫെഡിന്റെ ക്രിസ്മസ് പുതുവത്സര ചന്തകളുടെ ഉദ്ഘാടനം മന്ത്രി VN വാസവൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. 13 സബ്സിഡി ഇനങ്ങൾക്ക് പുറമെ സാധനങ്ങൾക്ക് പൊതുമാർക്കറ്റിനേക്കാൾ 30% മുതൽ 50% വരെ വിലക്കുറവും ഇവിടെയുണ്ടാകും. ഞായറാഴ്ച ഉൾപ്പെടെ ഡിസംബർ 30 വരെ ചന്തകൾ പ്രവർത്തിക്കും. മഹാരാഷ്ട്രയിൽ പുതിയ കോവിഡ് വകഭേദം കണ്ടെത്തിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ അവലോകന യോഗം വിളിച്ചു. ആശുപത്രികൾ സജ്ജമാണെന്ന് ഉറപ്പാക്കാൻ ആരോഗ്യവകുപ്പിന് അദ്ദേഹം നിർദ്ദേശം നൽകി. ഉത്സവങ്ങളും പുതുവത്സരാഘോഷവും കണക്കിലെടുത്ത് ജനങ്ങൾ പ്രതിരോധ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ വളർച്ചയുടെ പാതയിലാണെന്ന് ലോകം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാരതീയ ന്യായ സംഹിതയടക്കം സുപ്രധാന ബില്ലുകൾ പാസാക്കി പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ജമ്മുകാശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ സൈനിക വാഹനങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 സൈനികർക്ക് വീരമൃത്യു. കേന്ദ്ര സർക്കാരിന്റെ വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിൽ വിജയകരമായി പര്യടനം തുടരുന്നു. നവകേരള സദസ്സ് ഇന്നും തിരുവനന്തപുരം ജില്ലയിൽ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 3ാം ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 78 റൺസ് ജയം.
പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. സഞ്ജു സാംസണ് സെഞ്ചുറി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.